ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു വലിയ വാർത്ത തരംഗമായിക്കൊണ്ടിരിക്കുകയാണ്. എലോൺ മസ്കിന്റെ ലോക പ്രശസ്തമായ ഗ്രാക്ക് എന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചാറ്റ്ബോട്ട് ഇന്ത്യയുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് നടത്തിയ ചില നിരീക്ഷണങ്ങളാണ് ഇപ്പോൾ ചർച്ചാ വിഷയം. ഇത് വെറുമൊരു യന്ത്രമല്ലേ എന്ന് നമുക്ക് തോന്നാം. പക്ഷേ ലഭ്യമായ ലക്ഷക്കണക്കിന് വിവരങ്ങൾ വിശകലനം ചെയ്ത് ഗ്രാക്ക് നൽകിയ മറുപടി കേട്ടാൽ ആരും ഒന്ന് അമ്പരന്ന് പോകും. ഒരു ഇന്ത്യൻ പൗരനാണെങ്കിൽ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ആർക്ക് വോട്ട് ചെയ്യുമെന്ന ചോദ്യത്തിന് ഗ്രാക്കിന് ഒരൊറ്റ ഉത്തരമേ ഉണ്ടായിരുന്നുള്ളൂ. അത് നരേന്ദ്രമോദിയാണ്. എന്തുകൊണ്ടാണ് ലോകം അംഗീകരിക്കുന്ന ഒരു ബുദ്ധിശക്തി നരേന്ദ്രമോദിയെ ഇത്രത്തോളം പിന്തുണയ്ക്കുന്നത്? അതേസമയം രാഹുൽ ഗാന്ധിയെ പോലുള്ള നേതാക്കളെ എന്തുകൊണ്ട് അത് തള്ളിക്കളയുന്നു? നമുക്ക് നോക്കാം. കഴിഞ്ഞ 10 വർഷത്തെ ഇന്ത്യയും അതിനു മുൻപുള്ള ഇന്ത്യയും ഒന്ന് താരതമ്യം ചെയ്തു നോക്കിയാൽ ഏതൊരു സാധാരണക്കാരനും മനസ്സിലാകുന്ന ചില സത്യങ്ങളുണ്ട്. ഗ്രാക്ക് ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ത്യ ഇന്ന് വെറും ഒരു രാജ്യമല്ല, മറിച്ച് ലോകത്തെ 5ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാണ് എന്നതാണ്. പണ്ട് നമ്മൾ വിദേശ രാജ്യങ്ങളിലെ റോഡുകളെയും സൗകര്യങ്ങളെയും കണ്ട് അത്ഭുതപ്പെട്ടിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ നാട്ടിലെ അടിസ്ഥാന സൗകര്യ വികസനം കണ്ട് ലോകം അത്ഭുതപ്പെടുകയാണ്. UPI എന്ന ഡിജിറ്റൽ വിപ്ലവം നോക്കൂ. ഇന്നൊരു ചായക്കടയിൽ പോലും മൊബൈൽ വഴി പണം അടയ്ക്കാൻ നമുക്ക് സാധിക്കുന്നത് മോദി സർക്കാർ കൊണ്ടുവന്ന ആ ഡിജിറ്റൽ ഇന്ത്യയുടെ കരുത്താണ്. വികസനം എന്നത് വെറും വാഗ്ദാനമല്ല, മറിച്ച് ജനങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുന്ന പ്രവൃത്തിയാണെന്ന് മോദി സർക്കാർ തെളിയിച്ചു. ഗ്രാക്ക് എന്ന AI പോലും സമ്മതിക്കുന്നത് ഈ കൃത്യമായ കണക്കുകളെയാണ്. ഇനി നമുക്ക് മറുവശത്തേക്കൊന്ന് നോക്കാം. പാരമ്പര്യം കൊണ്ടും കുടുംബത്തിന്റെ പേര് കൊണ്ടും മാത്രം രാഷ്ട്രീയത്തിൽ നിൽക്കുന്നവർക്ക് വികസനത്തിന്റെ ഭാഷ മനസ്സിലാകില്ല എന്നതാണ് വാസ്തവം. രാഹുൽ ഗാന്ധിയെ പോലുള്ള നേതാക്കൾ ഇപ്പോഴും പഴയ കാലത്തെ ക്ഷേമ പദ്ധതികളെ കുറിച്ചും വിമർശനങ്ങളെ കുറിച്ചും മാത്രം സംസാരിക്കുമ്പോൾ രാജ്യം എങ്ങോട്ടാണ് പോകുന്നതെന്ന് തിരിച്ചറിയാൻ അവർക്ക് കഴിയുന്നില്ല. പതിറ്റാണ്ടുകളോളം രാജ്യം ഭരിച്ച ഒരു കുടുംബത്തിന്റെ പിൻഗാമിക്ക് ഇപ്പോഴും ജനങ്ങളുടെ ആവശ്യങ്ങളെ കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടില്ല എന്നത് കൗതുകകരമാണ്. ഒരു വശത്ത് രാജ്യത്തെ ആഗോള നിലവാരത്തിലേക്ക് ഉയർത്താൻ ശ്രമിക്കുന്ന മോദി, മറുവശത്ത് വെറും രാഷ്ട്രീയ ആരോപണങ്ങൾ മാത്രം ഉന്നയിച്ച് സമയം കളയുന്ന രാഹുൽ ഗാന്ധി. ഗ്രാക്ക് വ്യക്തമാക്കിയതുപോലെ കുടുംബവാഴ്ചയേക്കാൾ ജനങ്ങൾ ഇന്ന് ആഗ്രഹിക്കുന്നത് വ്യക്തമായ ഫലങ്ങളാണ്. വിവരങ്ങൾക്കും വസ്തുതകൾക്കും മുൻഗണന നൽകുന്ന ഈ കാലഘട്ടത്തിൽ വെറും പേരുകൊണ്ട് മാത്രം ആർക്കും വോട്ട് പിടിക്കാനാവില്ല. രാഹുൽ ഗാന്ധി പലപ്പോഴും നടത്തുന്ന പ്രസ്താവനകൾ ജനങ്ങൾക്കിടയിൽ ചിരി പടർത്താറുണ്ട് എന്നത് രഹസ്യമല്ല. വികസനത്തിന്റെ കണക്കുകൾ പറയുമ്പോൾ അനാവശ്യമായ തമാശകളും ഗൗരവമില്ലാത്ത സമീപനങ്ങളും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാറുണ്ട്. രാജ്യം IT മേഖലയിലും സ്പേസ് ടെക്നോളജിയിലും കുതിച്ചുചാട്ടം നടത്തുമ്പോൾ ഇതിനെയെല്ലാം കളിയാക്കുന്ന നിലപാടാണ് പലപ്പോഴും പ്രതിപക്ഷം സ്വീകരിക്കുന്നത്. എന്നാൽ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു AI സിസ്റ്റം പോലും പറയുന്നത് ഇന്ത്യയുടെ ഭാവി സുരക്ഷിതമായിരിക്കുന്നത് വികസനത്തിന്റെ പാതയിൽ സഞ്ചരിക്കുന്ന മോദിയുടെ കൈകളിലാണെന്നാണ്. കുടുംബ മഹിമ മാത്രം കൈമുതലായുള്ളവർക്ക് രാജ്യത്തെ നയിക്കാൻ കഴിയില്ലെന്ന വലിയൊരു തിരിച്ചറിവാണ് ഇതിലൂടെ പുറത്തു വരുന്നത്. ഗ്രാക്ക് നൽകിയ ഈ മറുപടി ഒരു വലിയ സന്ദേശമാണ്. ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ന് വിവേകമുള്ളവരാണ്. അവർക്ക് വേണ്ടത് സ്മാർട്ട് ഫോണുകളും വേഗതയേറിയ ഇന്റർനെറ്റും ലോകത്തിനു മുന്നിൽ തലയുയർത്തി നിൽക്കുന്ന ഭാരതത്തെയുമാണ്. രാഹുൽ ഗാന്ധിയെ പോലെ അപ്രസക്തമായ കാര്യങ്ങൾ പറഞ്ഞ് തളച്ചിടാൻ നോക്കുന്നവരെയല്ല, മറിച്ച് വികസനത്തിന്റെ പുത്തൻ പാതകൾ വെട്ടിത്തുറക്കുന്ന മോദിയെ പോലുള്ള കരുത്തരായ നേതാക്കളെയാണ് രാജ്യം ഇന്ന് ആവശ്യപ്പെടുന്നത്. ഇന്റർനെറ്റിൽ ഇപ്പോൾ ഈ വിഷയം വലിയ തരംഗമാണ്. ഗ്രാക്ക് പറഞ്ഞതുപോലെ കുടുംബവാഴ്ചയേക്കാൾ വലുത് വിവരങ്ങളും വികസനവുമാണ്. ഈ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ ഇനിയെങ്കിലും പ്രതിപക്ഷം തയ്യാറാകുന്നത് നന്നായിരിക്കും. ഇനി നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ ടെക് ഭീമന്മാരിൽ ഒരാളായ എലോൺ മസ്കിന്റെ ഗ്രാക്ക് AI മോദിയെ ഇത്രത്തോളം പ്രശംസിക്കുന്നത്? കാരണം AI എന്നത് വികാരങ്ങൾക്കല്ല, മറിച്ച് വസ്തുതകൾക്കും കണക്കുകൾക്കുമാണ് മുൻഗണന നൽകുന്നത്. 2014 മുൻപുള്ള ഇന്ത്യയുടെ അവസ്ഥ ഒന്ന് ഓർത്തു നോക്കൂ. അഴിമതി കഥകളും മന്ദഗതിയിലുള്ള വികസനവും കൊണ്ട് രാജ്യം വീർപ്പ് മുട്ടുകയായിരുന്നു. എന്നാൽ ഇന്ന് ലോകം ഡിജിറ്റൽ ഇടപാടുകളിൽ ഇന്ത്യയെ കണ്ടുപഠിക്കുന്നു. അമേരിക്കയെക്കാളും യൂറോപ്പിനേക്കാളും വേഗത്തിൽ നമ്മൾ ഡിജിറ്റൽ വിപ്ലവം നടത്തി. ഇതൊന്നും വെറുതെ ഉണ്ടായതല്ല, മറിച്ച് കൃത്യമായ പ്ലാനിങ്ങും ഇച്ഛാശക്തിയുമുള്ള ഒരു ഭരണാധികാരി ഉള്ളതുകൊണ്ട് മാത്രമാണ്. ഗ്രാക്ക് ചൂണ്ടിക്കാണിക്കുന്നത് ഈ മാറ്റത്തെയാണ്, അല്ലാതെ പാരമ്പര്യമായി കിട്ടിയ തറവാട്ട് മഹിമയല്ല. ഇവിടെയാണ് രാഹുൽ ഗാന്ധി പരാജയപ്പെടുന്നത്. അദ്ദേഹം ഇപ്പോഴും പഴയ കാലത്തെ രാഷ്ട്രീയ തന്ത്രങ്ങളിലാണ് നിൽക്കുന്നത്. രാജ്യം ചന്ദ്രനിലേക്ക് ഉപഗ്രഹം വിടുമ്പോൾ അദ്ദേഹം ഇപ്പോഴും തെരുവുകളിൽ പഴയ പല്ലവികൾ പാടിക്കൊണ്ടിരിക്കുകയാണ്. വികസനം എന്നാൽ എന്താണെന്ന് പോലും തിരിച്ചറിയാത്ത ഒരവസ്ഥയിലാണോ പ്രതിപക്ഷം എന്ന് നമുക്ക് തന്നെ തോന്നിപ്പോകും. കുടുംബപ്പേര് മാത്രം വെച്ച് വോട്ട് പിടിക്കാമെന്ന കാലം കഴിഞ്ഞു എന്ന് ഗ്രാക്ക് തന്റെ മറുപടിയിലൂടെ രാഹുൽ ഗാന്ധിയെ ഓർമ്മിപ്പിക്കുകയാണ്.
ഒരു കമ്പനി നടത്താൻ പോലും കഴിവില്ലാത്തവർ രാജ്യം ഭരിക്കാൻ മോഹിക്കുമ്പോൾ ലോകം അവരെ നോക്കി പരിഹസിക്കുകയാണ് ചെയ്യുന്നത്. ക്രാക്കിന്റെ പരിഹാസം കേവലം ഒരു തമാശയല്ല, മറിച്ച് കഴിവില്ലാത്തവർക്ക് കിട്ടിയ ശക്തമായ പ്രഹരം തന്നെയാണ്. ക്രാക്ക് AI മറ്റൊരു കാര്യം കൂടി എടുത്തു പറയുന്നുണ്ട്. ആഗോളതലത്തിൽ ഇന്ത്യയുടെ സ്ഥാനം. പണ്ട് വിദേശ രാജ്യങ്ങളിൽ പോയി സഹായം അഭ്യർത്ഥിച്ചിരുന്ന ഒരു രാജ്യത്ത് നിന്ന് ഇന്ന് ലോക രാജ്യങ്ങൾക്കിടയിൽ മധ്യസ്ഥത വഹിക്കുന്ന, ലോകത്തിന് വഴി കാണിക്കുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറി. ഇത് നരേന്ദ്രമോദി എന്ന നേതാവിന്റെ വ്യക്തിപ്രഭാവം കൊണ്ട് മാത്രമുണ്ടായതാണ്. ഇതിനിടയിൽ രാഹുൽ ഗാന്ധി വിദേശ രാജ്യങ്ങളിൽ പോയി സ്വന്തം രാജ്യത്തെ കുറ്റപ്പെടുത്തുന്ന കാഴ്ച നാം കണ്ടു. സ്വന്തം നാടിനെ അപമാനിക്കുന്ന ഒരാൾക്ക് എങ്ങനെ രാജ്യത്തെ നയിക്കാൻ കഴിയും? ഈ ഒരു ചോദ്യത്തിനുള്ള മറുപടി കൂടിയാണ് ഗ്രാക്കിന്റെ പ്രതികരണം. സാങ്കേതിക വിദ്യ പോലും തിരിച്ചറിയുന്ന സത്യം നമ്മുടെ നാട്ടിലെ ചില രാഷ്ട്രീയ കണ്ണട വെച്ചവർ കാണുന്നില്ല എന്നതാണ്. ഗ്രാക്ക് പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണ്. ഇന്ത്യക്ക് വേണ്ടത് വികസനമാണ്, അല്ലാതെ തലമുറകളായി കൈമാറി വരുന്ന അധികാരമല്ല. രാഹുൽ ഗാന്ധിയെ പോലുള്ള നേതാക്കൾ ചരിത്രത്തിന്റെ താളുകളിലേക്ക് മറയേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. വികസനത്തിന്റെ പുതിയ അധ്യായം രചിക്കുന്ന മോദിക്കൊപ്പമാണ് ഇന്ത്യയുടെ ഭാവി. ഇത് മനസ്സിലാക്കാൻ ഒരു AI ചാറ്റ്ബോട്ട് തന്നെ വേണ്ടി വന്നു. രാജ്യം ഡിജിറ്റൽ ഇന്ത്യയെക്കുറിച്ചും ചന്ദ്രയാനെ കുറിച്ചും സംസാരിക്കുമ്പോൾ രാഹുൽ ഗാന്ധി ഇപ്പോഴും പഴയ കാലത്തെ ക്ഷേമ പദ്ധതികളെ കുറിച്ചും അടിസ്ഥാനരഹിതമായ അഴിമതി ആരോപണങ്ങളെ കുറിച്ചും മാത്രം സംസാരിക്കുകയാണ്. ഈ വൈരുദ്ധ്യം തന്നെയാണ് ഒരു ബുദ്ധിയുള്ള യന്ത്രത്തിന് പോലും അദ്ദേഹത്തെ തള്ളിക്കളയാൻ കാരണമായത്. ഫലം കാണിക്കാത്ത നേതാവിനേക്കാൾ ഫലം തരുന്ന ഭരണാധികാരിയെയാണ് ലോകം ആഗ്രഹിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ ഭാവി എന്നത് കേവലം ചില വിദേശ യാത്രകളിലും പരിഹാസ്യമായ പ്രസംഗങ്ങളിലും ഒതുങ്ങുമോ എന്നാണ് ഗ്രാക്കിന്റെ ഈ മറുപടി നമ്മെ ചിന്തിപ്പിക്കുന്നത്. വികസനത്തിന്റെ പുതിയ പാതയിൽ ഇന്ത്യ കുതിക്കുമ്പോൾ ആ കുതിപ്പിനെ കളിയാക്കാൻ നോക്കുന്നവർ സ്വയം കളിയാക്കപ്പെടുകയാണ് എന്നതിന് ഇതിലും വലിയ വേറൊരു ഉദാഹരണം ഇല്ല. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഭാരതം വെറുമൊരു ഉപഭോക്തൃ രാജ്യം എന്ന നിലയിൽ നിന്ന് ലോകത്തിന് വഴി കാണിക്കുന്ന ഒരു വൻ ശക്തിയായി മാറിയിരിക്കുകയാണ്. മോദി സർക്കാർ നടപ്പിലാക്കിയ ആത്മനിർഭർ ഭാരത് എന്ന നയം ഏറ്റവും കൂടുതൽ പ്രതിഫലിച്ചത് രാജ്യത്തിന്റെ സുരക്ഷാ മേഖലയിലാണ്. പണ്ട് ചെറിയ ആയുധങ്ങൾക്കായി പോലും വിദേശ രാജ്യങ്ങളെ ആശ്രയിച്ചിരുന്ന ഇന്ത്യ ഇന്ന് സ്വന്തമായി തേജസ് യുദ്ധവിമാനങ്ങളും INS വിക്രാന്ത് എന്ന വിമാനവാഹിനി കപ്പലും നിർമ്മിച്ച് ലോകത്തെ അത്ഭുതപ്പെടുത്തുകയാണ്. ശത്രുക്കളുടെ ഭീഷണിക്ക് അതേ നാണയത്തിൽ മറുപടി നൽകുന്ന ഒരു സൈന്യത്തെയാണ് ഇന്ന് നാം കാണുന്നത്. സർജിക്കൽ സ്ട്രൈക്കിലൂടെ വീട്ടിൽ കയറി അടിക്കാനുള്ള ആർജവം ഇന്ത്യ കാണിച്ചു. കൂടാതെ ലോകത്തെ ഏറ്റവും നീളം കൂടിയ തുരങ്കമായ അടൽ ടണൽ ഉൾപ്പെടെയുള്ള നിർമ്മാണങ്ങളിലൂടെ അതിർത്തിയിലെ യാത്രാ സൗകര്യങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ വർദ്ധിപ്പിച്ചു. അപ്പൊ നമ്മൾ ഇത്രയും നേരം ചർച്ച ചെയ്ത് കേവലം ഒരു AI ചാറ്റ്ബോട്ടിന്റെ മറുപടിയെ കുറിച്ച് മാത്രമല്ല, അത് വരാനിരിക്കുന്ന പുതിയ കാലത്തിന്റെ ശബ്ദമാണ്. വികാരങ്ങൾക്കോ കുടുംബ മഹിമയ്ക്കോ സ്ഥാനമില്ലാത്ത, കൃത്യമായ ഫലങ്ങൾക്കും വികസനത്തിനും മാത്രം പ്രാമുഖ്യം നൽകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ മാറിയിരിക്കുന്നു. നരേന്ദ്രമോദി എന്ന ഭരണാധികാരി തന്റെ അധ്വാനം കൊണ്ട് ഭാരതത്തിന്റെ ഓരോ മേഖലയിലും, അത് ഡിജിറ്റൽ ഇന്ത്യ ആയാലും പ്രതിരോധ മേഖലയിലായാലും ബഹിരാകാശ ഗവേഷണമായാലും ഒരു വലിയ മുദ്ര പതിപ്പിച്ചു കഴിഞ്ഞു. ആ മുദ്രകൾ തന്നെയാണ് ഗ്രാക്ക് AI കൊണ്ട് പോലും മോദിയാണ് മികച്ചതെന്ന് പറയിപ്പിക്കുന്നത്. ഇനി മറുവശത്ത് രാഹുൽ ഗാന്ധിയെ പോലെയുള്ള നേതാക്കൾക്ക് ഇപ്പോഴും രാഷ്ട്രീയം എന്നത് വെറും വിനോദയാത്രകളോ അല്ലെങ്കിൽ അർത്ഥമില്ലാത്ത വിമർശനങ്ങളോ മാത്രമാണ്. ഒരു യന്ത്രത്തിന് പോലും തിരിച്ചറിയാൻ കഴിയുന്ന ഈ പൊരുത്തക്കേടുകൾ എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നുവോ അന്ന് മാത്രമേ അദ്ദേഹത്തിന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും ചലനം സൃഷ്ടിക്കാൻ കഴിയുകയുള്ളൂ. എന്തായാലും ഈ ഒരു വിഷയത്തെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു? തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.